അഖിലുണ്ട്. അവിടെ നിന്ന് അഖിൽ, കുടുംബാംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എപ്പോഴാണ് കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? രാഹുൽ ഗാന്ധി എപ്പോഴാണ് പുതുപ്പള്ളിയിലേക്ക് എത്തുക? വിനീത, രാവിലെ 6:00 കൂടിയാണ് ഈ പള്ളിയിൽ കുർബാന ആരംഭിക്കുന്നത്. ആ സമയത്തോടുകൂടി തന്നെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ, അത് മറിയാമ്മയും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ 6:00 കൂടി തന്നെ പള്ളിയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാണ്ടി ഉമ്മൻ താമസിക്കുന്ന ഈ വീട്ടിലാണ്. അവിടെയാണ് മറിയാമ്മ, ഉമ്മനും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും ഒക്കെ ഉള്ളത്. ഇവിടെ നിന്നുമാണ് ഇവർ അല്പസമയത്തിനുള്ളിൽ തന്നെ പള്ളിയിലേക്ക് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതായത് പുഷ്പാർച്ചന നടത്തുന്നതിന് പുഷ്പങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഇതിനോടകം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തകം തന്നെ ഇവർ ഇവിടെ നിന്നും പള്ളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. രാവിലെ പള്ളിയിലെ കുർബാന കൂടിയ ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നത്. ആദ്യം കുടുംബാംഗങ്ങളാണ് പുഷ്പാർച്ചന നടത്തുക. അതിനുശേഷം 9:40 കൂടിയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. രാഹുൽ ഗാന്ധി എത്തി ആദ്യം പുഷ്പാർച്ചന നടത്തിയിട്ടാണ് അനുസ്മരണ യോഗത്തിലേക്ക് കടക്കുന്നത്. ഈ അനുസ്മരണ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കുന്നത്. ആ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ തുടർച്ചയായി ചെയ്യുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ പോയ വർഷങ്ങളൊക്കെ തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറ്റു കാര്യങ്ങൾ കൂടി നിർവഹിക്കുന്നത്. അതായത് ഈ കിംസ് ആശുപത്രിയുമായി ചേർന്നുകൊണ്ട് ഈ സൗജന്യ ചികിത്സ നൽകുന്നുണ്ട്. അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. മരുന്നിന് മാത്രമായിരിക്കും പണം നൽകേണ്ടി വരിക, മറ്റ് ചികിത്സ എല്ലാം തന്നെ സൗജന്യമായിരിക്കും എന്നാണ് ചാണ്ടി ഉമ്മൻ അറിയിച്ചിരിക്കുന്നത്. ആ കാര്യം കൂടി ആ ചടങ്ങിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ ഈ നിർധനരായ 10ഓളം കുട്ടികൾക്കുള്ള ഇയറിംഗ് എയ്ഡും അടക്കമുള്ള കാര്യങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയെ വേദിയിൽ വെച്ച് നൽകും. എന്തായാലും രാവിലെ 9:40 കൂടിയാണ് രാഹുൽ ഗാന്ധി പള്ളിയിലേക്ക് എത്തിച്ചേരുക. വിനീത, ശരി, നമുക്ക് പള്ളിയിൽ ചടങ്ങുകൾ തുടങ്ങുമ്പോൾ വീണ്ടും അഖിലിലേക്ക് എത്താം.